ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും ജഗദീഷിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെ ആകെ 4 മലയാള ചിത്രങ്ങളാണ് 96 ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തിയത്. 96 ജനുവരിയിലെ പോലെ ഫെബ്രുവരിയിലും സാമ്പത്തിക വിജയങ്ങൾ കുറവായിരുന്നു. ഇനി ഏതൊക്കെയാണ് 96 ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങൾ എന്ന് നോക്കാം. 96 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 2-ാം തീയതി തിയേറ്ററുകളിലെത്തിയ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബിജുമേനോനായിരുന്നു നായകവേഷം കൈകാര്യം ചെയ്തത്. ചാന്ദിനി ആദ്യമായി മലയാളത്തിൽ നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. രാജസേനന്റെ സ്ഥിരം ടെംപ്ലേറ്റിലൊരുങ്ങിയ ഈ ചിത്രം കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. റഫീഖ് സീലാഡ് തിരക്കഥയും സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം വിജയ മൂവീസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പ്രേംകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്ദ്രൻസ്, മാള അരവിന്ദൻ, പറവൂർ രാമചന്ദ്രൻ, KTS പാടനയിൽ, കലാഭവൻ സൈനുദ്ദീൻ, കൊച്ചിൻ ഹനീഫ, മണിയമ്പിള്ള രാജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. രാജൻ ബി ദേവ്, മധുപാൽ, കനകലത, സീനത്ത് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബിജുമേനോനും കരിയറിൽ യാതൊരു നേട്ടവും നൽകാനാകാതെ പോയ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രാജാമണിയായിരുന്നു. 96 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 9-ന് തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി നായകനായ അഴകിയ രാവണൻ. മഴയത്തു മുമ്പേ എന്ന സൂപ്പർ ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി കമലിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ അഴകിയ രാവണൻ ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമായിരുന്നു. മമ്മൂട്ടി ശങ്കർദാസ് എന്ന ധനികനും അല്പനുമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഭാനുപ്രിയായിരുന്നു നായിക. മഴയത്തു മുമ്പേ എന്ന ചിത്രത്തിന്റെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാതന്തു ആയതുകൊണ്ടും മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയ അഴകിയ രാവണൻ അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ആ കാലയളവിൽ മറ്റ് വമ്പൻ ചിത്രങ്ങളൊന്നും മത്സരത്തിനില്ലാതിരുന്നതും അഴകിയ രാവണൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് കാരണമായി. മുരളി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത്. ശ്രീനിവാസൻ, ബിജുമേനോൻ, രാജൻ ബി ദേവ്, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കാവ്യ മാധവനും ബാലതാരമായി വേഷമിട്ടിരുന്നു. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 96-ലെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിദ്യാസാഗർ നേടിയ ചിത്രം കൂടിയായിരുന്നു അഴകിയ രാവണൻ. 96 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഫെബ്രുവരി 16-ാം തീയതി തിയേറ്ററുകളിലെത്തിയ വാനരസേന. ജയൻ വർക്കല സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ഫാക്സ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് സംവിധായകനായ സുനിൽ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ വാനരസേനയിൽ സുധീഷ്, ബൈജു, ജഗതി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അഞ്ജു അരവിന്ദ് നായികയായി എത്തിയ ഈ ചിത്രം ലോ ബഡ്ജറ്റിലെടുത്ത ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നു. വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടാൻ കഴിയാതെ പോയ വാനരസേന അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയമായി മാറി. ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ മാത്രമേ ചിത്രത്തിന് മുതൽക്കൂട്ടായുള്ളൂ. ഫിലോമിന, ഉഷാറാണി, വെട്ടുകിളി പ്രകാശ്, KTS പാടനയിൽ, അഗസ്റ്റിൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 96 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 23-ന് തിയേറ്ററുകളിലെത്തിയ കാതിലൊരു കിന്നാരം. ജഗദീഷ് നായകനായ ഈ ചിത്രം മോഹൻ കുപ്പേരിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ജഗദീഷിനെ കൂടാതെ പ്രേംകുമാർ, ജഗദീഷ് ശ്രീകുമാർ, തിലകൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദേവയാനിയായിരുന്നു നായിക. ചിപ്പിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു കാതിലൊരു കിന്നാരം. ജഗദീഷിന്റെയും ജഗദീഷ് ശ്രീകുമാറിന്റെയും പ്രേംകുമാറിന്റെയും കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ കാതിലൊരു കിന്നാരം അക്ഷയ് പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഗോവർദ്ധൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ 96 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ 4 ചിത്രങ്ങളിൽ അഴകിയ രാവണൻ മാത്രമേ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയുള്ളൂ.
ബാക്കി 3 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 96 ഫെബ്രുവരിയിലെ സക്സസ് റേഷ്യോ വെറും 25% മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.